കോഴിക്കോട് തീരത്ത് പൊട്ടിത്തെറിച്ച് തീ കത്തിയ വാൻഹായ് 503 ചരക്ക് കപ്പലിനെതിരെ കേസെടുക്കുന്നത് പരിശോധിക്കുമെന്ന് തീരദേശ പോലീസ്. അതിന്റെ തീ പൂർണ്ണമായും അണയ്ക്കാൻ കപ്പലിലേക്ക് ആകാശമാർഗം രാസപ്പൊടി വിതറി. കപ്പലിനെ കേരള തീരത്ത് നിന്ന് ഉൾക്കടലിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന നടപടി തുടരുകയാണ്. കോഴിക്കോട് തീരത്ത് സിംഗപ്പൂരിൽ രജിസ്റ്റർ ചെയ്ത വാൻഹായ് ചരക്ക് കപ്പൽ പൊട്ടിത്തെറിച്ച് തീപിടിച്ച സംഭവത്തിൽ വിശദാംശങ്ങൾ തേടിയതായി തീരദേശ പോലീസ് അറിയിച്ചു. മംഗളൂരുവിൽ ചികിത്സയിൽ കഴിയുന്ന കപ്പലിലെ ജീവനക്കാരുടെ മൊഴി എടുക്കും. തുടർന്ന് കേസെടുക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും തീരദേശ പോലീസ് AIG പതം സിംഗ് പറഞ്ഞു. നമ്മുടെ ടീം ഇത് സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ഇവിടെ ക്രൂ മെമ്പർ അവിടെ മംഗളൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. വി ആർ ടേക്കിംഗ് ദ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. സ്റ്റേറ്റ്മെന്റ് വിൽ ടേക്ക് ടൈം. പരാതിക്കാരൻ്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കാൻ ഇതുവരെ എടുത്തിട്ടില്ല. അതിനിടെ തീ പൂർണ്ണമായും അണയ്ക്കാൻ വ്യോമസേന ആകാശമാർഗം രാസപ്പൊടികൾ കപ്പലിൽ വിതറി. തീ നിയന്ത്രണവിധേയമായെങ്കിലും കപ്പലിന്റെ അടിത്തട്ടിലെത്തി പൂർണ്ണമായും അണഞ്ഞിട്ടില്ല. കപ്പലിനെ കേരള തീരത്ത് നിന്ന് ഉൾക്കടലിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന നടപടി തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പോർബന്തറിലെ മറൈൻ എമർജൻസി റെസ്പോൺസ് സംഘവും തീരദേശ സേനയുടെ മുങ്ങൽ വിദഗ്ധരും ചേർന്ന് തീ കത്തിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ വടവുമായി ബന്ധിപ്പിച്ചിരുന്നു. കനത്ത മഴ പെയ്യുന്നതിനിടെ ഹെലികോപ്റ്ററിലാണ് എമർജൻസി സംഘം അതിസാഹസികമായി കപ്പലിലിറങ്ങിയത്. തീരദേശ സേനയുടെ സമുദ്രപ്രഹാരിയുമായാണ് വാൻഹായിയെ ബന്ധിപ്പിച്ചത്. വാൻഹായ് 503 15 ഡിഗ്രിയോളം ചരിഞ്ഞിട്ടുണ്ട്. അതേസമയം കടലിൽ വീണ കണ്ടെയ്നറുകൾ അടുത്ത 24 മണിക്കൂറിനിടെ തീരത്ത് അടിയും. കപ്പലിലെ പൊട്ടിത്തെറിയെ തുടർന്ന് കാണാതായ 4 ജീവനക്കാർക്കായി തീരദേശ സേനയുടെ അർണവേഷ്, രാജ്ദൂത്, കസ്തൂർബ ഗാന്ധി കപ്പലുകൾ തിരച്ചിൽ തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.